ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വാശിയുടെ ബാക്കി എന്താണെന്ന് പാവം ഗാഥ അറിയുന്ന പോലുമില്ല. അവക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ ഭഗവാനെ. ആർക്കും ഒരു ആപത്തും വരല്ലേ. എന്നാലേ ഇനി നീ ചെയ്യണ്ട. എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ. ഇനിയുള്ള പൂജകളൊക്കെ ഞാൻ ചെയ്യും. എന്ത് ഭ്രാന്ത ഈ പറയുന്നേ? പൂജ തുടങ്ങിയത് ഞാനല്ലേ. ഞാൻ എടുത്ത വ്രതം പാതയിൽ തുടരാൻ ഗാഥയ്ക്ക് എങ്ങനെ പറ്റുക? ഓ, പറയാനുള്ള ന്യായങ്ങളൊക്കെ ഒന്നിച്ചങ്ങ് പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ. പൂജ പൂർത്തിയാക്കണം, ഒരു കുഴപ്പമില്ലാതെ നവീന്റെ കൂടെ ഇവിടെ അങ്ങ് സുഖമായിട്ട് ജീവിക്കണം. അതല്ലേ നിന്റെ ഉദ്ദേശം? ഗാഥ, ഇതൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് 1000 തവണ ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ ഈ സമയത്ത് ഇവിടെ കയറി വന്ന് ഭ്രാന്ത് വിളിച്ച് പറയാണോ? ഈ പൂജ ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയാല് എന്തൊക്കെയാ അതിന്റെ ഫലങ്ങളെന്നറിയോ? ആരെയൊക്കെ അത് ബാധിക്കാന്നറിയോ? ആര് ബാധിച്ച് നിനക്കെന്താ? ഈ 41 ദിവസത്തെ പൂജ ഞാൻ ഏറ്റെടുത്തത് എന്തുകൊണ്ടാന്നറിയോ? ഇത്രയും കഠിനമായ പൂജ നടത്താനുള്ള കരുത്ത് ഗാഥയ്ക്ക് ഇല്ലെന്നറിഞ്ഞോണ്ടാ. കുട്ടിയും നവീനും ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, തുടങ്ങി വെച്ച പൂജ ഞാൻ പൂർത്തിയാക്കാന്ന് പറയുന്നു. ഇനിയൊരു 40 ദിവസമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാം. എനിക്ക് സൗകര്യമില്ല. ഞാനേ ഇവിടെ എല്ലാവരെയും വിളിച്ചു കൂട്ടാൻ പോവാ. എല്ലാവരോടും കാര്യങ്ങൾ പറയാൻ പോവാ. അയ്യോ, ഒന്ന് പതുക്കെ. ആരെങ്കിലും കേട്ട് വന്നാലോ? കേട്ട് വന്ന എനിക്ക് എന്താ കുഴപ്പം? എനിക്ക് ഇനി ഒന്നും ഒളിക്കാനില്ല. എന്താ? ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ വ്രതം ഞാൻ കംപ്ലീറ്റ് ചെയ്യും. മോള് ആരോടാ സുമിത്രെ സംസാരിക്കുന്നേ? ഗാഥമോളെ, അയ്യോ, പോയി ഒളിക്ക് ഗാഥ. ഗാഥമോളെ, ഗാഥ മാറി നിക്ക്. ഗാഥ, ആരെങ്കിലും വരും. വേണമെങ്കിൽ നീ മാറി നിക്കടി. ഗാഥ, ഇന്ന് രാത്രിയില് കുറച്ച് കഠിന പൂജകൾ ഉള്ളതാ. ഗാഥയെ കൊണ്ട് അത് നടക്കില്ല. ഗാഥമോളെ, ഞാനിവിടെ ഉണ്ട് മുത്തശ്ശി. ഒന്ന് വന്നേ സുമിത്രേ, നോക്ക. മോള് ആരോടാ സംസാരിച്ചേ? ആരോടാ മോള് വ്രതം പൂർത്തിയാക്കുന്നതിനെ പറ്റിയുള്ള കാര്യമൊക്കെ സംസാരിച്ചേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അത് ഇതെന്താ ഇങ്ങനെ വായും പൊളിച്ചു നിൽക്കുന്നേ? എന്തെങ്കിലും പിച്ചും പെയ്യും പറഞ്ഞതാണെങ്കിലേ ഒന്ന് പറ. വെറുതെ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ. എനിക്ക് കാര്യം മനസ്സിലായി. കീർത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും അല്ലേ? കീർത്തിയോ? അതേ മുത്തശ്ശി, കീർത്തി എന്നോട് വഴക്കിട്ടു. വ്രതം പൂർത്തിയാക്കില്ല എന്നൊക്കെ പറഞ്ഞു. എപ്പോ പറഞ്ഞു? അത് പറഞ്ഞിട്ട് അവള് ദേ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. പച്ചക്കള്ള അമ്മേ, അവള് കിടന്ന് നല്ല ഉറക്ക. ഞാൻ അവളുടെ അടുത്തുനിന്നല്ലേ ഇങ്ങോട്ട് വന്നത്. ഉറങ്ങാനും ഉറക്കം നടിക്കാനും ഒക്കെ അവക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അവള് വ്രതം മുടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊന്നും അറിയണമല്ലോ. അതെ, അങ്ങനെ അവള് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അമ്മ അതൊന്ന് തെളിയിക്ക്. എന്തിനാ നിർമ്മല ഇങ്ങനെ? ഈ വ്രതം ഇല്ലാതാക്കണമെന്ന് നിങ്ങൾക്ക് എന്തിനാ ഇത്ര വലിയ വാശി? ആർക്കാ വാശി? എന്റെ സുമിത്രേ, വെറുതെ ഗണിച്ചു കൂട്ടി ഇങ്ങനെയൊന്നും പറയല്ലേ. ഇതെന്തായാലും അന്വേഷിച്ചല്ലേ പറ്റൂ. ഗാഥമോള് വാ. അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും നടന്നിട്ടില്ലെങ്കിലേ എല്ലാരും എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കൊന്ന് അറിയണം. മോളിങ് വന്നേ. വാ, മോളിങ്ങോട്ട് വാ. ദൈവമേ, ഈശ്വര,
സുമിത്ര മേഡവും ഈ കുടുംബവും കണക്ക് കൂട്ടിയതൊക്കെ പിഴയ്ക്കാൻ പോവാണല്ലോ. ഈ വാശിയുടെ ബാക്കി എന്താണെന്ന് പാവം ഗാഥ അറിയുന്ന പോലുമില്ല. അവക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ ഭഗവാനെ. ആർക്കും ഒരു ആപത്തും വരല്ലേ. ആ അമ്മേ, ദേ കണ്ടില്ലേ എന്റെ മോള് കിടന്നുറങ്ങുന്നത്? ഇവളെങ്ങനെയാ ഗാന്ധി ശല്യപ്പെടുത്താനായിട്ട് വീടിന്റെ പുറത്ത് പോയി എന്ന് പറയുന്നത്? സുമിത്രേ, അവളെ വിളിക്കേ. ആ ശരി അമ്മേ. കീർത്തി, കീർത്തി, അവള് നല്ല ഉറക്കത്തിലാമേ. പിന്നെങ്ങനെയാ അവൾ എഴുന്നേക്കുന്നത്? എന്നെ ഉപദ്രവിച്ചിട്ടേ ഉറക്കം അഭിനയിക്കുന്നതാ മുത്തശ്ശി. ഏ? ഹ. അതെ, വീട്ടിൽ കുറച്ച് പ്രാധാന്യം കിട്ടുന്നുണ്ടെന്ന് കരുതി എന്നെ എന്റെ മോളെ ഉപദ്രവിക്കാന്ന് കരുതണ്ട. നിർമ്മലേ, മിണ്ടാതിരിക്കെ. അവൾ ഉറങ്ങുകയാണോ അല്ലയോന്ന് ഞാൻ തീരുമാനിക്കാം. വേണ്ട, ഞാൻ വിളിക്കാം. എന്നിട്ടേ ചോദിക്കാനുള്ളതേ അമ്മ ചോദിച്ചോ. അമ്മ ഇങ്ങോട്ട് മാറിക്കേ. മാറി സുമിത്ര. കീർത്തി, കീർത്തി, എന്താ അമ്മേ? ഒന്ന് എഴുന്നേറ്റേ. കീർത്തി, പോ അമ്മ അവിടുന്ന്. എണീക്കാൻ. അമ്മേ, ഇത് കണ്ടോ? ഇവിടുന്ന് ചിരിക്കുന്നുണ്ടോ? എഴുന്നേക്കടി അവിടുന്ന്. എഴുന്നേക്കണം. എന്താ എല്ലാരും കൂടി? നീ എന്തിനാ ഗാഥമോളോട് വഴക്കുണ്ടാക്കിയേ? ഗാഥമോള് വ്രതം എടുത്തിരിക്കുന്ന കുട്ടിയല്ലേ? ഗാഥമോൾ അവൾക്ക് വേണ്ടി മാത്രമല്ല കഷ്ടപ്പെടുന്നേ, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാ. അതിന് ഞാൻ എന്ത് ചെയ്തു? അല്ല, നീ ഇപ്പൊ വീടിന്റെ പുറത്തു പോയായിരുന്നോ? നീ ഗാഥയായിട്ട് ബഹളം ഉണ്ടാക്കിയായിരുന്നോ? ആ ഉണ്ടാക്കി. അയ്യോ, ഇത് നുണയാ അമ്മ. ഞാൻ പുറത്തൊന്നും പോയിട്ടില്ല. എല്ലാ കള്ളവും അസൂയും ഒക്കെ പറഞ്ഞു കൊടുത്ത് വളർത്തി വലുതാക്കിയിരിക്കുമല്ലേ. അമ്മയുടെ ശീലങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിക്കണമല്ലോ അല്ലേ? ഇനി ഇതുപോലെ ഗാഥമോളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചാലുണ്ടല്ലോ. ബാക്കി നീ പറയണ്ട സുമിത്രേ. പുറത്താക്കേണ്ട സമയം എനിക്കറിയാം.